ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ വിഷ്ണു ബൈറ്റ്സിൻ്റെ ചാനലിലേക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു പുതിയ ഷോപ്പിലായിട്ടുള്ള ബായ്സ് ചെന്നൈ വെഡ്ഡിങ് ബിരിയാണി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ട് ആകെ 2-3 ഡേയ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ബായ്സിൻ്റെ ചെന്നൈ വെഡ്ഡിങ് ബിരിയാണിയിലത്തെ ഇവരുടെ ഫുഡ് ട്രൈ ഔട്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് എക്സാക്ട്ലി ഇത് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പാലക്കാട് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് അതിൻ്റെ അടുത്തുള്ള ഈ ഒരു ലൊക്കേഷനിലാണ് വരിക. അങ്ങനെ നമുക്ക് ഈ ഒരു സ്പോട്ട് നമുക്ക് ഉള്ളിൽ പോയിട്ട് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, ഞാൻ ഇവരുടെ മെനു നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് മെനു എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. നോക്കിയിട്ട് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് അവരുടെ ഫുഡ് മെനു കാർഡ്. അപ്പോൾ നമുക്ക് ഇതിൽ മെയിനായിട്ട് ഇത്രയും ഐറ്റംസ് ഉള്ളത്. ഇവരുടെ മട്ടൺ കോംബോ, മട്ടൺ കിഡ്സ് കോംബോ, ചിക്കൻ കോംബോ, ചിക്കൻ കിഡ്സ് കോംബോ, പിന്നെ അവരുടെ മലബാർ കല്യാൺ ബിരിയാണി, ബീഫ് ബിരിയാണി, ഇത്രയും ഐറ്റംസ്. അപ്പോൾ ആക്ച്വലി ഇത്രയും ഐറ്റംസാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന അവരുടെ മട്ടൺ കോംബോ ആണ്. ഇതിൽ 4 പീസ് മട്ടൺ, ചിക്കൻ 65, ഒരു സ്പെഷ്യൽ കത്രിക്ക, ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഇതും, പിന്നെ റൈത്ത, ബ്രെഡ് ഹൽവ, വെള്ളം, പിക്കിൾ, മിൻ ചട്നി, എല്ലാം കൂടി ഇതിൻ്റെ റേറ്റ് വരുന്നത് 360 ആണ്. അപ്പോൾ നമ്മളിന്ന് മട്ടനാണ് ട്രൈ ഔട്ട് ചെയ്യുന്നത്. ചിക്കൻ നമുക്ക് വേറൊരു ദിവസം ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും ഐറ്റംസും കാര്യങ്ങളുണ്ട്. കുഴപ്പമില്ല, നല്ല റേറ്റിലാണ് അവരത് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഡിഫറൻസ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം ഇച്ചിരി കുഴപ്പമില്ലാത്ത റേറ്റിലാണ്. അപ്പോൾ നമുക്ക് ഇനി നമ്മളുടെ ബിരിയാണിക്ക് വേണ്ടി മട്ടൺ കോംബോ ബിരിയാണി, നമ്മുടെ മട്ടൺ ബിരിയാണിക്ക് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് കഴിക്കാം. കേട്ടോ. അപ്പോൾ ഈ ഫസ്റ്റ് എല്ലാം നമുക്ക് വിളമ്പിയിട്ടുണ്ടായിരുന്നു. ഇതിൽ മെയിനായിട്ട് അവർ വിളമ്പണത് സാലഡ്, ഇതേതാ പിക്കിള്? ലൈം പിക്കിള്, പിന്നെ ഇതിൻ്റെ മേലിൽ മിൻ ചട്നി അല്ലേ? ഓക്കെ. ഇനി അവർ നെക്സ്റ്റ് ബിരിയാണി കൊണ്ടുവരും. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഈ ഒരു മട്ടൺ കോംബോയിലുള്ളത്. മട്ടൺ ബിരിയാണിയും, ചിക്കൻ 65, ബ്രെഡ് ഹൽവ, നമ്മളുടെ ഇതെന്താ ഐറ്റം? കത്രിക്ക, ഇത് കൈച്ചാർ അല്ലേ? ഓക്കെ. വെള്ളം ഒരു കോംബോയിലെല്ലാം വരുന്നത്. ശരി, ഇത്രയും ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. ആ ബിരിയാണിയുടെ അരോമയാണ് ഫസ്റ്റായിട്ട് നമുക്ക് ആ ഇലയിൽ ഇടുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഒരു വലിയ പീസ് മട്ടൺ, തൊടുമ്പോൾ തന്നെ മട്ടൻ്റെ പീസ് കയ്യിലോട്ട് വിട്ട് വരിക. പിന്നെ ഒരു പീസ് ഇതിലുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് 3 പീസ്. ഈ ഒരു പീസും ഉണ്ട്, ഒരു വലിയ പീസും ഒരു മീഡിയം പീസും ഉണ്ട്. പിന്നെ 4 പീസുണ്ട്. ഇനി എവിടെയും ഡിഗ് ചെയ്ത് കിട്ടും? ഇല്ല, കറക്റ്റാണ്. ഇത്ര പീസില്ല, 1, 2, 3, 4. അപ്പോൾ ടോട്ടലായിട്ട് 4 പീസ്. അത് മെനു കാർഡിൽ അവർ എഴുതിയിട്ടുണ്ട്, 4 പീസായിരിക്കും ബിരിയാണിയിൽ കിട്ടുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കാം. റൈസിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ഫസ്റ്റ് അരിമണിയിൽ തന്നെ നമുക്കിത് കിട്ടുന്നുണ്ട്. നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. നമുക്ക് മട്ടൻ്റെ പീസൊന്ന് കഴിച്ച് നോക്കാം. നല്ല വെന്ത് ജ്യൂസി ആയിട്ടുള്ള മട്ടനാണ്. കഴിക്കാം. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ചുള്ള ആ ഒരു ടേസ്റ്റ് നോക്കാം. നമ്മൾ ഇതിൽ അച്ചാറും, റൈത്തിയും, മിൻ ചട്നിയും, മട്ടനും, പിന്നെ ഈ റൈസും എല്ലാം കൂടി ഒരുമിച്ച് ഒരു ഇത്. എൻ്റെ കൂടെയുള്ള ഫ്രണ്ട് എൻ്റെ അടുത്ത് നോക്കിച്ചിരിക്കുക. ഞാൻ അവന് കൊടുക്കാണ്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ചെക്കൻ അസൂയ തോന്നില്ലേ? അപ്പോൾ നമുക്ക് കഴിക്കാം. ഇതിൽ ഞാൻ മിൻ ചട്നിയുടെ ഒപ്പം കഴിച്ചു. നല്ല രക്ഷയില്ലാത്ത ഒരു മിൻ ചട്നി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കത്രിക്കല്ലാണത്. ഇറ്റ്സ് ഗുഡ്. യൂഷ്വലായിട്ട് ഞാൻ കുറേ ഇങ്ങനത്തെ ബിരിയാണീസ് ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ നല്ല ഫ്ലേവർഫുൾ ഉള്ള ഒരു കത്രിക്ക ആൻഡ് കായ്ച്ചാർ ഇസ് ഓൾസോ ഗുഡ്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഫ്ലേവർഫുൾ ആയിട്ടത് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ മട്ടൻ്റെ കാര്യം നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞല്ലോ. നല്ല ജ്യൂസി, നല്ല വിട്ട് വരുന്ന ഒരു രീതിയിലത്തെ മട്ടൺ.
അങ്ങനെ ഇതാണ് നമ്മുടെ ഈ ഒരു മട്ടൻ കോംബോയിൽ കിട്ടുന്ന ഐറ്റംസ്. അവസാനം നമ്മുടെ ബ്രെഡ് ഹൽവയുണ്ട്, അത് ഞാൻ കാണിക്കാം. ഇത് നമ്മളൊന്ന് തീർക്കട്ടെ. അങ്ങനെ നമ്മൾ ഇല തുടച്ച് ഫുള്ളാക്കിയിട്ട് ആ ബാസ്മതി റൈസത്തെ ആ ഒരു ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ പാലക്കാടിൽ സത്യം പറയുകയാണ് ഏറ്റവും ബെസ്റ്റ് ബിരിയാണി എനിക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റും. ബിക്കോസ് അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ മട്ടൻ്റെ ആ ഒരു പീസും റൈസ് വിട്ട് വിട്ട് വരുന്ന ആ ബാസ്മതി റൈസും എല്ലാ കാര്യവും ഇറ്റ്സ് സോ ഗുഡ്. നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് ട്രൈ ഔട്ട് ചെയ്യണം. ലാസ്റ്റ് നമ്മളുടെ ബ്രെഡ് ഹൽവ അത് നമുക്ക് ഇലയിൽ തന്നെ ഇട്ട് കഴിക്കാം. ഞാൻ ഓൾമോസ്റ്റ് ചെന്നൈയിൽ 9 months ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണീസും ബ്രെഡ് ഹൽവാസും ഞാൻ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഗുഡ്. അല്ല ആ ഒരു നെയ്യിൻ്റെ പോർഷനും ആ ഒരു ബ്രെഡ് ഹൽവ ഇറ്റ്സ് സോ ഗുഡ്. അത്രയും നല്ല ഷുഗറി അല്ല, നല്ല ആ ഒരു ഫോർമൽ റേറ്റിലാണ് അവർ ആ ഷുഗർ സബ്സ്റ്റൻസ് അതിൽ ഇട്ടിരിക്കണം. ദാറ്റ് മീൻസ് ആ നെയ്യ് ഇട്ടിരിക്കണം. ടേസ്റ്റ് ഈസ് വെരി ഗുഡ്. ഇനി നമുക്ക് കൈ കഴിയിട്ട് ബാക്കി പറയാം. നിങ്ങൾക്ക് ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ട് കൂൾ ഡ്രിങ്ക്സ് വേണമെങ്കിൽ കൂൾ ഡ്രിങ്ക്സിൻ്റെ ഒരു സെക്ഷനും ഐസ്ക്രീംസ് വേണമെങ്കിൽ ഐസ്ക്രീംസിൻ്റെ സെക്ഷനും നിങ്ങൾക്ക് അതിൽ ഡെസേർട്ടായിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ ആ ലാസ്റ്റ് ബ്രെഡ് ഹൽവ വന്ന് തന്നെ ഒരു വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി നമുക്ക് പോയി ബില്ല് പേ ചെയ്യാം. അപ്പോൾ ഗൈസ് ബിരിയാണി കഴിച്ച് കഴിഞ്ഞു. ബില്ല് ഓൾമോസ്റ്റ് 378 ആണ്. GSTയും കൂടി എല്ലാം കൂടി കഴിഞ്ഞ് 378 റുപ്പീസ്. അപ്പോൾ ബിരിയാണി പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു ഫ്ലേവർ ഇപ്പോഴും എൻ്റെ മനസ്സിലും ശരീരത്തും എല്ലാം ഉണ്ട്. നമുക്കൊരു ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തോന്നുന്നു വയറ് ഫുള്ളായിട്ട് ആ ഒരു സ്ലീപ്പി ഫീലല്ലേ. പക്ഷേ ഇതില്ല. ആ ഒരു ബിരിയാണി കഴിച്ച ഫീൽ നമുക്ക് ആ ഒരു ബോഡിയിൽ തന്നെ എങ്ങനെയുണ്ട്, നമുക്ക് ആ ഒരു ഫുള്ളായ പോലെ രീതിയിലത്തെ ആ ഒരു രീതി നമുക്കിപ്പോൾ കിട്ടുന്നില്ല. കിട്ടില്ല. ബിക്കോസ് അത്രയും ഫ്ലേവർഫുള്ളും അത്രയും ആ ഒരു രീതിയിൽ അവരുടെ ഓൺ റെസിപ്പിയും കാര്യങ്ങളും വെച്ചിട്ടാണ് അവർ ഈ ഒരു ചെന്നൈ വെഡിങ് ബിരിയാണി വെച്ചിട്ട് ഇവർ ബിരിയാണി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവർ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ലൈക്ക് 3 ദിവസമേ ആയിട്ടുള്ളൂ. ഇനിയും കുറേ കാര്യങ്ങൾ ഇവരുടെ ചിക്കൻ കോംബോ ഞാൻ ട്രൈ ഔട്ട് ചെയ്യണം. അതിന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ദിവസം ഞാൻ വരുന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലീസിനും എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അൺടിൽ ദെൻ ഒരു വീഡിയോ വരുന്നവരെ വിത്ത് ലവ്, വിഷ് ന്യൂ ബൈറ്റ്സ്. താങ്ക് യു സോ മച്ച്.